ഇത് 5ാം ക്ലാസ്സിൻ്റെ ഗുണന രീതികൾ എന്ന ചാപ്റ്ററാണ്. ചാപ്റ്റർ 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗുണനങ്ങൾ നിങ്ങൾ ചെറുതിൽ 2ലും 3ലും 4ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് വരുന്നത്. നമുക്ക് വേഗം പഠിക്കാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ ടീച്ചറെ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സസൈസിലെ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ 31 4 ചോദ്യങ്ങൾ ഒന്ന് ചെയ്യാം. ഇവിടെ 12 × 8 നമ്മൾ ഫുള്ളായിട്ട് ഗുണിച്ച് നോക്കാതെ 12നെ 10 + 2 × 8 എന്നും ഇവിടെ 10 + 8 × 2 എന്നും ഓർക്കണം. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് ഇവിടെ 10ൻ്റെ 8 മടങ്ങാം. നോക്ക്, 10ൻ്റെ 8 മടങ്ങും പിന്നെ 2ൻ്റെ 8 മടങ്ങും. ഇവിടെയാണെങ്കിൽ 10ൻ്റെ 2 മടങ്ങും 8ൻ്റെ 2 മടങ്ങും. അപ്പോൾ ഈ 2 ഭാഗം 2 കേസിലും ഒരുപോലെ 2 × 8 8 × 2 എന്ത് തന്നെയാണ് 16ആണ്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ വന്നത്. 10ൻ്റെ 8 മടങ്ങെന്ന് വെച്ചാൽ ഇവിടെ 80 വരും. ഇവിടെ 10ൻ്റെ 2 മടങ്ങെന്ന് വെച്ചാൽ 20 വരും. ഇതിനേക്കാളും എത്ര കൂടുതലാണിത്? 80ൽ നിന്ന് 20 കുറച്ചത് 60 കൂടുതലാണ്. 60 കൂടുതലാണെന്നാണ് എഴുതേണ്ടത്. മനസ്സിലായോ? രണ്ടാമത്തെ ചോദ്യം 17 × 6. അപ്പം നമ്മൾ 10 + 7 × 6 എന്നും 10 + 6 × 7 എന്നുമാണ് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 10ൻ്റെ 6 മടങ്ങ്, 10ൻ്റെ 6 മടങ്ങും 7ൻ്റെ 6 മടങ്ങും. ഇവിടെ 10ൻ്റെ 7 മടങ്ങും 6ൻ്റെ 7 മടങ്ങും. അപ്പോൾ ഈ 2 കേസിൽ നമ്മൾ ചിന്തിക്കേണ്ടല്ലോ, ഇത് രണ്ടിലും ഒരുപോലെ. എവിടെയാണ് കൂടുതൽ? 10 × 6 60 വരും. ഇവിടെ 10 × 7 70 വരും. ഏതാണ് കൂടുതൽ? ഇവിടെയോട്ടാണ്. ഇതാണ് കൂടുതൽ അല്ലേ? എത്ര കൂടുതൽ? 10 കൂടുതൽ. 60നേക്കാൾ എത്ര കൂടുതലാണ്? 10 കൂടുതൽ. അപ്പോൾ 16 × 7 വലിയ സംഖ്യ. അടുത്ത ചോദ്യം 13 × 9 19 × 3. 13 × 9 എഴുതുമ്പോൾ 13നെ 10 + 3 × 9. ഇവിടെ തന്നെ 10ൻ്റെ 9 മടങ്ങ് നമുക്ക് എഴുതി 90 നമ്മുടെ എഴുതാം. ഇവിടെയോ 19 10 + 9 × 3. അപ്പോൾ ഇവിടെ 10ൻ്റെ 3 മടങ്ങ് എത്രയാണ്? 30. എത്രയാണ് കൂടുതൽ വരുന്നത്? 60ആണ് കൂടുതൽ വരുന്നത്. എവിടെയാണ് കൂടുതൽ വരുന്നത്? 13 × 9 എന്നുള്ള ഈ ക്വസ്റ്റ്യനിൽ. ബാക്കി രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കണ്ട. 9 × 3 രണ്ടിലും ഒരുപോലെ ആയതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യം 25 × 6. 25 × 6 നമ്മൾ ചെയ്യുമ്പോൾ 20 + 5 × 6ഉം 20 + 6 × 5ഉമാണ് നമ്മൾ എഴുതുന്നത്. 20 × 6 എത്ര വരും? 20 × 6 നമ്മൾ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം ഒന്ന് നോക്കിക്കോടാ പിള്ളേരെ. 20 × 5. 20 × 6 എന്ന് വെച്ചാൽ 6 2 12ഉം ഈ ഒരു 0 ഇവിടെ ഇട്ടാൽ മതി. ഇവിടെയാണെങ്കിൽ 2 10ഉം ഈ ഒരു 0 ഇട്ടാൽ മതി. 100. എത്രയാണ് കൂടുതൽ വന്നത്? 20. 120 100നേക്കാളും 20 കൂടുതലാണ്. ശരിയല്ലേ? 20 കൂടുതൽ. അപ്പോൾ ഏതാണ് വലുത്? 25 × 6 വലുത്. അടുത്തത് പേജ് നമ്പർ 34 ഏതാനും ചോദ്യങ്ങളുണ്ട്. കണ്ടോ? 1 2 3 4 5 ചോദ്യങ്ങൾ. അതായത് 2 അക്ക സംഖ്യകൾ. നിങ്ങൾക്ക് 2 അക്ക സംഖ്യകളൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലായിരുന്നു ഇത്രയും കാലവും. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. 13 × 15 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. നമ്മൾ 13 × 15ന് 13നെ 10 + 3 എന്നും 15നെ 10 + 5 എന്നും വിചാരിക്കുക. അതിനുശേഷം 13നെ ഒരു കോളമാക്കി എഴുതണം. 10 3 ഇവിടെ 15നെ 10 5. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോളം വരയ്ക്കുക ഇങ്ങനെ. ഓക്കെ, കോളം വരയ്ക്കുന്നത് മറക്കരുത്. ഇനി 10 × 10 100 വരും. 10 × 3 30. കാരണം 10ൻ്റെ ടേബിൾ കുട്ടിക്ക് അറിയാം എന്നുള്ള സങ്കല്പത്തിലാണ് കേട്ടോ നമ്മൾ ഈ പ്രോബ്ലം ഇത്ര ഈസി ആയിട്ട് വന്നത്. 10 × 5 50. 5 × 3 15. ഇങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. സോ 100 30ഉം 130 15ഉം 50ഉം 65. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5 6 3 9 195ആണ്. 13 × 15ൻ്റെ ആൻസർ 195. ക്ലിയർ അല്ലേ?
അടുത്തത് 17 ഗുണം 16 നമ്മൾ എഴുതാൻ 10, 7, 10, 6 എന്ന് എഴുതുന്നു. കോളം വരയ്ക്കുന്നു. 10 ഗുണം 10 100, 10 ഗുണം 7 70, 10 ഗുണം 6 60, 6 7 42. ഇത് 170 എന്ന് വരും. ഇത് 102 എന്നും വരും. ക്ലിയർ അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 7 2 272 ഇതിൻ്റെ ആൻസർ 272. ഓക്കെ. അടുത്ത ചോദ്യം 18 ഗുണം 19 സോ 18 നമ്മൾ എഴുതുന്ന 10 + 8 19, 10 + 9. ദെൻ ഡ്രോ ദ ടേബിൾ. 10 tens are 100, 10 into 8 80, 10 into 9 90, 9 8s are 72. ആഡ് ചെയ്യുമ്പോൾ 180. ഇത് ആഡ് ചെയ്യുമ്പം 2 162. ആഡ് ചെയ്യുമ്പോൾ 2 8 6 14 342. ആൻസർ ഈസ് 342. അടുത്തത് 14 × 18 ചെയ്യുമ്പോൾ 10 + 4 10 + 8 എന്ന് വരും. കോളമൊക്കെ നല്ല സ്കെയിൽ വരച്ച് വൃത്തിയായിട്ട് വേണം എക്സാമിന് എഴുതാൻ കേട്ടോ. എക്സാമിന് ഇതേപോലെ ചോദിക്കും. 10 tens are 100, 10 into 4 40, 10 into 8 80, 8 4s are 32. ആഡ് ചെയ്യുമ്പോൾ 140, 2 8 3 11. സോ ആഡ് ചെയ്യുമ്പോൾ 2 5 2 252. അവർ ഫൈനൽ ആൻസർ ഈസ് 252. ടീച്ചർ നല്ല വേഗതയിലാട്ടോ പറയുന്നത്, കാരണം ടീച്ചർക്ക് കുറേ ക്ലാസ് എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നല്ല സ്പീഡിൽ എടുക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ പോസ് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ. 10 + 5 ഇതും എഗെയിൻ 15 എഴുതുമ്പോൾ 10 + 5 എന്ന് എഴുതി കോളം വരച്ചു. 100, 10 into 5 50, 10 into 5 50, 5 into 5 25. 150ഉം 75ഉം ആഡ് ചെയ്യുമ്പോൾ 225. അവർ ആൻസർ ഈസ് 225. ഓക്കെ.